പകർച്ചവ്യാധി ഭീതിയിൽ സംസ്ഥാനം. കോഴിക്കോട് ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല. കുന്നമംഗലം സ്വദേശിയായ കുട്ടിയുടെ നില തൃപ്തികരമെന്ന ആരോഗ്യമന്ത്രി. ഷിഗല്ല ബാധിച്ച് ഇതുവരെ മരിച്ചത് 3 പേർ. നിപ രോഗബാധിതന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. പ്രതിപക്ഷ നേതാവിന് ആരോഗ്യമന്ത്രിയുടെ മറുപടി. ഏകോപനത്തിന് നല്ലത് തിരുവനന്തപുരം. രാഷ്ട്രീയമായി ആക്രമിച്ചാൽ കുഴപ്പമില്ലെന്നും കെ മുരളീധരൻ. ഡോക്ടർമാരെയും ആരോഗ്യ ജീവനക്കാരെയും ആക്രമിക്കാൻ അനുവദിക്കില്ല. മുൻ DHS ഡോക്ടർ റീന നിപ ഫലം വന്നത് തന്നെ അറിയിച്ചില്ലെന്നും വിശദീകരണം. RSS പരിപാടിയിൽ പങ്കെടുത്ത VC-മാരെ വിമർശിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. കേരള, MG, മലയാളം സർവകലാശാല VC-മാർ കേരളത്തോട് മാപ്പ് പറയണമെന്ന് മുഖ്യമന്ത്രി. അത്യന്തം ഗൌരവത്തോടെ കാണണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രിയദർശിനി സൗജന്യ യാത്ര നാളെ മുതൽ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഓർഡിനറി ബസ്സുകളിൽ പ്രിയദർശിനി സ്റ്റിക്കറുകൾ പതിച്ചു. പദ്ധതിയെ സ്വാഗതം ചെയ്ത് വനിതാ യാത്രക്കാർ. നമ്മളെ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു കാര്യം പെട്ടെന്ന് നടപ്പാക്കിയത് ഏറ്റവും നല്ല കാര്യമാണ്. പെൺപിള്ളേർക്കും എല്ലാവർക്കും പോകാനായിട്ട് നല്ലൊരു സൗകര്യം. ടിനി ടോമിനെതിരെ അൻസിബയുടെ പരാതിയിൽ നീന കുറുപ്പിന്റെ മൊഴി രേഖപ്പെടുത്തി. അൻസിബ മതം മാറ്റാൻ ശ്രമിച്ചിട്ടില്ലെന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ രാജീവ് കുടപ്പനക്കുന്നിലിന്റെ മകൻ. നടി ലക്ഷ്മിപ്രിയയുടെ പരാതിയിൽ സൈബർ പോലീസ് അന്വേഷണം തുടങ്ങി. അമ്മ ജനറൽ ബോഡി യോഗം അടുത്തയാഴ്ച. വിമാനം താഴ്ന്നു പറന്നു. നെടുമ്പാശ്ശേരിയിൽ വീണ്ടും വീടിന്റെ ഓട് പറന്നു. മേൽക്കൂര തകർന്നത് ശാന്തിനഗർ സ്വദേശി സൈമൺ KJയുടെ വീടിന്റെ. 2 ആഴ്ചക്കിടെ രണ്ടാമത്തെ സമാന സംഭവം. മമതാ ബാനർജിക്ക് വീണ്ടും തിരിച്ചടി. 2 MP-മാർ കൂടി വിമതർക്കൊപ്പം. TMC തങ്ങളാണെന്ന് അവകാശപ്പെട്ട് ലോക്സഭാ സ്പീക്കർക്ക് നാളെ കത്ത് നൽകും. പാർട്ടിയിൽ അഴിച്ചുപണി നടത്തി മമത. ഒമാൻ തീരത്ത് ഇന്ത്യൻ പായ്ക്കപ്പൽ മുങ്ങി. കപ്പലിനുള്ളിൽ 14 ഇന്ത്യക്കാർ. രക്ഷാപ്രവർത്തനം തുടരുന്നു. ഇറാൻ സമാധാന കരാറിൽ ഇന്ന് ഒപ്പുവെക്കുമെന്ന് ട്രംപ്. ധാരണ ഒപ്പിട്ടാൽ ഉടൻ ഹോർമുസ് തുറക്കും. കരാറിനെതിരെ ഇറാനിൽ പ്രതിഷേധം. സമയം തീരുമാനിച്ചിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിൽ ഇമ്മാനുവൽ മക്രോണുമായി ചർച്ച നടത്തും. സുപ്രധാന കരാറുകൾ ഒപ്പുവെക്കും. G7 ഉച്ചകോടിക്കിടെ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. ബ്രസീലിനെ വിറപ്പിച്ച് മൊറോക്കോ. ജർമ്മനി ഇന്ന് ആദ്യ മത്സരത്തിനിറങ്ങും. എതിരാളികൾ കുറസോ. നെതർലൻഡ്, ജപ്പാൻ പോരാട്ടം പുലർച്ചെ.